ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ സർക്കാർ ഇടപെടുന്നു. പുനരന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായതിനെ തുടർന്ന് തുടരന്വേഷണ സാധ്യതകൾ സർക്കാർ ആരാഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ക്രൈംബ്രാഞ്ചിനോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയും VM സുധീരനും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി എം.ആർ. സജേഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. സജേഷ്, പീപ്പിൾ TVയിലൂടെ ബിജു രമേശ് പുതിയ ആരോപണങ്ങൾ, അതിൻ്റെ വളരെ വ്യക്തമായ ദുരൂഹതകളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള വ്യക്തമായ കാര്യങ്ങൾ, വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. അതിനുശേഷം പീപ്പിൾ TV ഒട്ടേറെ അഭിമുഖങ്ങൾ ഇതുമായി ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ, നിർണായക സാഹചര്യങ്ങളുടെ വലിയൊരു കൂമ്പാരം തന്നെ പുറത്തുവിട്ടിരുന്നു. ഇത്തരം കാര്യങ്ങളെയൊക്കെ തന്നെ മുഖവിലെടുക്കെടുത്തുകൊണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാണോ റിപ്പോർട്ട് സാഹചര്യങ്ങൾ നല്ല രീതിയിലാണ്, അല്ലെങ്കിൽ അതിന് ഗുണകരമായ അന്വേഷണത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന രീതിയിലാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണോ റിപ്പോർട്ട് തേടിയത്? എങ്കിൽ പുതിയ പശ്ചാത്തലം എന്തായിരിക്കും? പ്രജീഷ്, ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ നടപടികളിലേക്ക് നീങ്ങുകയാണ്. മുഖ്യമന്ത്രിയും VM സുധീരനുമായുള്ള ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയും റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു. ക്രൈംബ്രാഞ്ച് ADGP അനന്തകൃഷ്ണനോടാണ് ആഭ്യന്തരമന്ത്രി നേരിട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെ ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിച്ച് അവസാനിപ്പിച്ചിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ പുതിയ തെളിവുകൾ കൂടി പരിശോധിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകാനാണ് ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടിട്ടുള്ളത്. മുഖ്യമന്ത്രിയും KPC അധ്യക്ഷനുമായി ഇന്ന് KPC ആസ്ഥാനത്ത് യോഗം ഉണ്ടായിരുന്നു. അതിനു മുൻപ് തന്നെ ഇക്കാര്യത്തിൽ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഇതിൽ അനന്തര നടപടികളിലേക്ക് കടക്കുന്നതിനുള്ള ആലോചന ഈ മൂന്നുപേരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ നടന്നു. ആഭ്യന്തര വകുപ്പിന് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് അനുസരിച്ച് തുടരന്വേഷണത്തിലേക്ക് പോകുന്നതിനുള്ള നടപടികളിലേക്കാണ് ആഭ്യന്തര വകുപ്പ് നീങ്ങുന്നത്. പീപ്പിൾ TVയിലൂടെയാണ് ഈ പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടായത്. ശാശ്വതീകാനന്ദയുടെ മരണം അസ്വാഭാവികമാണെന്നും അതിൽ പ്രിയൻ എന്നയാൾ വാടക കൊലയാളി ഇടപെട്ടിട്ടെന്നും ബിജു രമേശ് പീപ്പിൾ TVയുടെ ന്യൂസ് ആൻഡ് വ്യൂസിൽ ആണ് വെളിപ്പെടുത്തിയത്. ഇക്കാര്യത്തിൽ പിന്നീട് തുടർ വെളിപ്പെടുത്തലുകൾ വരികയായിരുന്നു. ഈ പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ആഭ്യന്തര വകുപ്പ് ആലോചിക്കുന്നത്. നേരത്തെ ഈ കേസ് അന്വേഷിച്ചിട്ടുള്ള ക്രൈംബ്രാഞ്ചിന്റെ ADGP അനന്തകൃഷ്ണനോട് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി ആവശ്യപ്പെട്ടിട്ടുള്ളത്. സജസ്റ്റ് ഒരു കാര്യം കൂടി, കാരണം ഈ റഫറൽ റിപ്പോർട്ട് നൽകിയതാണ്, അതിനുശേഷം 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. അന്നൊന്നും തന്നെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കാത്ത ആളുകളാണ് പുതിയ സാഹചര്യത്തിൽ മുന്നോട്ട് വരുന്നത്. പക്ഷേ അങ്ങനെ ഒരു ആരോപണം അല്ലെങ്കിൽ അതൊന്നും നിലനിൽക്കുന്നതല്ല എന്ന തരത്തിൽ അത് വ്യക്തമാകുന്നതിൻ്റെ സൂചനകളാണോ ആഭ്യന്തരമന്ത്രിയുടെ ഈ ഇടപെടൽ? കാരണം വ്യക്തമാകുന്ന രീതി, കാരണം പല ഫയലുകളും ക്ലോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. വ്യക്തമായ രീതിയിൽ ബിജു രമേശ് പറയുന്നത് പോലെ തെളിവ് അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. ഇതൊക്കെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട് എന്നൊരു ബോധ്യം എന്തായാലും വന്നു ചേർന്നിട്ടുണ്ടോ? 3 പേരുടെയും കൂടിക്കാഴ്ച അതുകൂടി പ്രസക്തമാണ്. പ്രജീഷ്, ഇക്കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ പോലീസ് വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളൊരു തീരുമാനം, ഇത് അന്വേഷിച്ച് എല്ലാ വഴികളും അടഞ്ഞുപോയൊരു കേസാണ്, പുതിയ വെളിപ്പെടുത്തലുകളില്ല. ആ പശ്ചാത്തലത്തിൽ അന്വേഷിക്കേണ്ട നിലപാടാണ് DGP ഉൾപ്പെടെയുള്ളവർ കൈക്കൊണ്ടത്. അത് ആഭ്യന്തരമന്ത്രിയെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഇതിൽ പിന്നീടും പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു. പീപ്പിൾ TV കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ട ശാശ്വതീകാനന്ദയോട് അടുപ്പമുള്ളവരുടെ വെളിപ്പെടുത്തലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് പരിശോധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബിജു രമേശിന്റെ പീപ്പിൾ TVയിലൂടെയുള്ള വെളിപ്പെടുത്തൽ, അതാണ് ഈ ശാശ്വതീകാനന്ദയുടെ കേസിൽ പുനരന്വേഷണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീളുന്നതിന് പ്രധാനപ്പെട്ട കാരണമായി വന്നിട്ടുള്ളത്. ബിജു രമേശിന് പ്രിയൻ എന്ന വാടക കൊലയാളി നേരിട്ട് വിളിക്കുകയും ശാശ്വതീകാനന്ദയെ കൊന്നത് താനാണെന്ന് പറയുകയും ചെയ്തു. ബിജു രമേശ് അക്കാര്യം പരസ്യമായി തന്നെ പീപ്പിൾ TVയിലൂടെ പറഞ്ഞു. ഇതിൽ ബിജു രമേശിനെ വീണ്ടും ക്രൈംബ്രാഞ്ച് വിളിപ്പിക്കും. ബിജു രമേശിൽ നിന്ന് മൊഴിയെടുക്കുന്നുള്ളൊരു തീരുമാനവും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. തുടരന്വേഷണം ഏത് രീതിയിൽ വേണമെന്നതിനെ കുറിച്ചുള്ള ഒരു അടിയന്തര റിപ്പോർട്ട്, അതാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇപ്പോൾ ADGP ക്രൈംബ്രാഞ്ചിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ADGP ക്രൈംബ്രാഞ്ച് അനന്തകൃഷ്ണനോട് ഈ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കുന്നുള്ളൊരു ആവശ്യമാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉന്നയിച്ചിട്ടുള്ളത്. അതിന് മുഖ്യമന്ത്രിയും സുധീരനുമായുള്ള കൂടിക്കാഴ്ചയിലും ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇക്കാര്യം അറിയിച്ചു. തുടർ നടപടികൾ ഈ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിന് ശേഷമായിരിക്കും. പ്രജീഷ്, സജേഷ്, അങ്ങനെയെങ്കിൽ കാരണം ക്രൈംബ്രാഞ്ചിൻ്റെ നേരത്തെ കണ്ടെത്തിയത് കാര്യങ്ങൾ, അതിൽ പൊരുത്തപ്പെടാത്ത പല സാഹചര്യങ്ങളും ഒന്നും തെളിവുകളുമായി അല്ലെങ്കിൽ പൊരുത്തപ്പെടുന്നില്ല, കാര്യമായ തെളിവുകൾ ഇല്ല എന്ന് തള്ളിയതും പുതിയ സാഹചര്യത്തിൽ അതിനെ മാറ്റിമറിക്കുന്ന തരത്തിൽ എന്തൊക്കെ തെളിവുകൾ ഒരുപക്ഷെ പരിശോധിക്കപ്പെടാൻ സാധ്യതകൾ, പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഇടപെടലുണ്ട്, അതിൻ്റെ വ്യക്തമായ നിരീക്ഷണങ്ങളിലേക്ക് പോയില്ല. അങ്ങനെ വലിയ ബൃഹത്തായ ഒരു വഴി എന്തായാലും തുറന്ന് കിട്ടിയിരിക്കുന്നു. അതിലൂടെ തന്നെ എന്തായാലും സഞ്ചരിക്കാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടലിനെ ഒരു ശുഭസൂചകമായി എന്തായാലും ശ്രീനാരായണീയർക്ക് കാണാൻ കഴിയുന്ന തരത്തിലാണോ?
പ്രജീഷ്, ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് കണ്ടതിന് ശേഷം മാത്രം തുടർ നടപടി എന്ന നിലയിലേക്കാണ് ആഭ്യന്തര വകുപ്പ് നീളുന്നത്. അതിന്റെ ഭാഗമായി കൂടിയാണ് ക്രൈംബ്രാഞ്ചിന്റെ അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. ഇതിൽ 2 പുതിയ സാഹചര്യങ്ങളുള്ളതായി പോലീസ് വകുപ്പിലെ ഉന്നതർ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ഒന്ന്, ബിജു രമേശിന്റെ പ്രിയൻ എന്ന് വെളിപ്പെടുത്തൽ. ഈ പ്രിയനെ നേരത്തെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തതാണ്. എന്നാൽ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ലെന്നും പ്രിയൻ തന്നെ നേരിട്ട് ബിജു രമേശിനോട് ഇക്കാര്യത്തിൽ താൻ കൊലയാളിയായിരുന്നുവെന്ന വെളിപ്പെടുത്തൽ നടത്തിയെന്ന പുതിയ സാഹചര്യം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഡോക്ടർ സോമൻ പോസ്റ്റ്മോർട്ടത്തിൽ ഇടപെട്ടു എന്ന ആരോപണങ്ങൾ വലിയ തോതിൽ ഉയരുന്നു. ശാശ്വതി കാനന്ദയുടെ അടുപ്പം പുലർത്തിയിരുന്ന പലരും ഇക്കാര്യത്തിൽ പുതിയ അന്വേഷണം വേണമെന്നും മരണം കൊലപാതകമാണെന്ന തരത്തിൽ തന്നെയുള്ള വെളിപ്പെടുത്തലുകളാണ് സമീപ ദിവസം നടത്തിയത്. അതോടൊപ്പം തന്നെ ശിവഗിരി മഠാധിപതി പ്രകാശ് ആനന്ദയുടെ ഇടപെടലും ഇതിൽ നിർണായകമാണ്. പ്രകാശ് ആനന്ദയും ഇതിലൊരു അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ ആശങ്ക കൂടി പരിഹരിക്കണമെന്ന ആവശ്യം ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ അന്വേഷണത്തിലേക്ക് നീങ്ങുന്നത്. വ്യക്തമാണ്. സെമാർ സജീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. പീപ്പിൾ TV വാർത്തയെ തുടർന്ന് പീപ്പിൾ പുറത്തുവിട്ട വാർത്തയുടെ നിജസ്ഥിതി ബോധ്യപ്പെടാൻ വേണ്ടി റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രി തേടിയിരിക്കുന്നു.